ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് കലാവിരുതാണ്. ഞാൻ കുറേ വർഷം കൊണ്ട് കുറേ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പിസ്താഷ്യയിലും അതുപോലെ കേക്കിൻ്റെ ബേസും വെച്ചിട്ടാണ്. കേക്കിൻ്റെ ബേസ് എവിടെ കണ്ടാലും ഞാൻ ആ സംഭവം വിടില്ല. എന്നെ എൻ്റെ കൂട്ടുകാർ കളിയാക്കി ആക്രി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ആക്രി സാധനം കിട്ടിയാലും ഞാനത് കളയത്തില്ല, എടുത്തുകൊണ്ട് വീട്ടിൽ വരും. അതുപോലെയാണ് ഈ പിസ്താഷ്യൽ എവിടെ കണ്ടാലും ഞാനതെല്ലാം പറക്കിക്കൊണ്ട് വരും. എൻ്റെ അമ്മയും ഏകദേശം ഒക്കെ ഇതുപോലെ തന്നെയാണ്. എന്ത് സാധനം കിട്ടിയാലും എനിക്ക് വേണ്ടി കൊണ്ടുതരും. പിന്നെ നമ്മുടെ ഈ ആക്രിലിക് പെയിൻറ്റിൻ്റെ തീർന്ന കുപ്പിയില്ലേ, അതിലും ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ക്ലെയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തേക്കുന്ന ഫുൾ ക്രാഫ്റ്റും കാണിച്ചിട്ടില്ല. കാരണം പകുതിയൊക്കെ എൻ്റെ വീട്ടുകാരെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യാനാണോ അതോ പെയിൻറ്റ് ചെയ്യാനാണോ അതോ ഡ്രോയിങ് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പെയിൻറ്റ് ചെയ്യാനാണെന്ന്. സത്യം പറഞ്ഞാൽ തീർന്ന ആക്രിലിക് ബോട്ടിൽ കുറേ ഇരിപ്പുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ഞാനാണെങ്കിൽ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുള്ളൂ. അതുപോലെ എനിക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ കള്ളുകുപ്പി. അതും ഈ വഴിയിൽ നിന്നൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതലും ഈ കള്ളുകുപ്പി കിട്ടുന്നത്. പിന്നെ അതിലായിരുന്നു എൻ്റെ കൂടുതലും പെയിൻറ്റിങ് പണികൾ. അത് ഒത്തിരി ഉണ്ടായിരുന്നു. എന്തോ ചെയ്യാനാ, എൻ്റെ വീട്ടുകാർ കുറേയൊക്കെ എടുത്ത് അയ്യത്ത് കളഞ്ഞു. പിന്നെ എല്ലാ വർഷവും ക്രിസ്തുമസിനുള്ള എൻ്റെ മെയിൻ പരിപാടികളാണ് പേപ്പർ കപ്പും വെച്ച് ക്രിസ്തുമസ് അപ്പൂപ്പനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു പൂവ് എന്തോ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പൂവ് ഉണ്ടാക്കുന്നത് പേപ്പർ, സ്ട്രോയ്, അതുപോലെ നമ്മുടെ കമ്പുമുട്ടായുടെ കമ്പ്, പിന്നെ അതുപോലെ കന്നാസിൻ്റെ അടപ്പ്, ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇതും പിസ്താഷ്യല്ലും വെച്ചിട്ട് തന്നെയാണ്. കുറേ പിസ്താഷ്യല്ലുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ എടുത്ത് അയത്താളണേ. അപ്പം ഞാൻ അതും വെച്ച് പൂവുണ്ടാക്കി. പിന്നെ വീട്ടിലുള്ള ചിരട്ടയും ഞാൻ കളഞ്ഞിട്ടില്ല. ചിരട്ടയ്ക്കകത്തും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിരട്ട മാത്രമല്ല, കുറേ ചിരട്ടയ്ക്കകത്ത് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിന് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പിസ്താഷ്യല്ലും വെച്ച് ഒരു ആമക്കുട്ടനെ ഉണ്ടാക്കി. ഉള്ളത് പറയണമല്ലോ, ആമക്കുട്ടനെ ഉണ്ടാക്കിയത് മൊത്തവും പിസ്താഷ്യല്ലും വെച്ചിട്ടൊന്നുമല്ല, കുറച്ച് ക്ലേയും കൂടെ വെച്ചിട്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ക്രിസ്തുമസിനുണ്ടാക്കിയ വേറൊരു സംഭവമായിരുന്നു ഇത്. ഈ സംഭവം ഉണ്ടാക്കുന്നത് അച്ചാർ കുപ്പിയുടെ അടപ്പും വെച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു അച്ചാർ കുപ്പിയുടെ അടപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അയ്യത്ത് എന്തോരം കിടന്ന് നോക്കിയെന്നറിയാവോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് ക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് കലാവിരുതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം താങ്ക് യു.